നമസ്കാരം. കേന്ദ്രമന്ത്രിയായി സ്ഥാനമേറ്റെടുത്തതിന് ശേഷം സുരേഷ് ഗോപി നടത്തിയ പ്രതികരണം മറ്റ് രാഷ്ട്രീയക്കാരെയൊക്കെ ഞെട്ടിക്കാൻ പോകുന്നതായിരുന്നു. കേന്ദ്രമന്ത്രി പദത്തിന് ശമ്പളം വേണ്ട എന്നതായിരുന്നു സുരേഷ് ഗോപിയുടെ ആദ്യ പ്രതികരണം. കേന്ദ്രമന്ത്രിയുടെ ശമ്പളം ഞാൻ എടുക്കില്ല, രാജ്യസഭയിൽ ചെയ്തതുപോലെ തന്നെ ചെയ്യും, എനിക്ക് സിനിമ എന്ന തൊഴിലെ അറിയൂ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ വാക്കുകൾ. ഇപ്പോഴിതാ ഇതേ മാതൃക തന്നെ സംസ്ഥാനത്ത് പിന്തുടരുകയാണ് ആന്ധ്രാപ്രദേശിന്റെ ഉപമുഖ്യമന്ത്രിയായ ജനസേന പാർട്ടിയുടെ അധ്യക്ഷനായ പവൻ കല്യാൺ. സംസ്ഥാനത്തിന്റെ നിലവിലെ സാമ്പത്തിക സ്ഥിതി കണക്കിലെടുത്തുകൊണ്ട് തന്റെ ശമ്പളം മാത്രമല്ല ഓഫീസിലേക്കുള്ള പുതിയ ഫർണിച്ചറുകൾ ഉൾപ്പെടെയുള്ള പ്രത്യേക അലവൻസുകളും വേണ്ട എന്ന് തന്നെയാണ് പവൻ കല്യാണിന്റെ തീരുമാനം. തന്റെ ക്യാമ്പ് ഓഫീസിലെ ഉദ്യോഗസ്ഥർ നവീകരണത്തെക്കുറിച്ചും ഫർണിച്ചറുകൾ വാങ്ങുന്നതിനെ കുറിച്ചും തന്നോട് ചോദിച്ചുവെങ്കിൽ പോലും താൻ നിരസിച്ചതായി കൂടി ഉപമുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ഓഫീസിന്റെ അറ്റകുറ്റപ്പണികളൊന്നും ഇപ്പോൾ വേണ്ട എന്ന് താൻ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. പുതിയ ഫർണിച്ചറുകൾ വാങ്ങരുത് എന്നുള്ള കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ അത് സ്വന്തമായി കൊണ്ടുവരൂ എന്നാണ് പവൻ കല്യാൺ തന്റെ ഓഫീസിലുള്ള ജീവനക്കാരോട് പറഞ്ഞിരിക്കുന്നത്. മന്ത്രി എന്ന നിലയിൽ താൻ നേതൃത്വം നൽകുന്ന പഞ്ചായത്ത് രാജ് വകുപ്പിന് മതിയായ ഫണ്ട് ഇല്ല എന്നുള്ളതാണ് ഈ ആനുകൂല്യങ്ങൾ നിഷേധിക്കാൻ തന്നെ പ്രേരിപ്പിക്കുന്നത് എന്നുകൂടി ആന്ധ്രാപ്രദേശിന്റെ ഉപമുഖ്യമന്ത്രി പ്രതികരിക്കുന്നുണ്ട്. എന്തായാലും സുരേഷ് ഗോപിയെ പോലെയുള്ളവർ തുടങ്ങി വെച്ച ഒരു മാതൃക അത് പിന്തുടരാൻ മറ്റ് ഇടങ്ങളിൽ നിന്നുകൂടിയുള്ള BJPയുടെ അല്ലെങ്കിൽ NDAയുടെ നേതാക്കൾ എത്തുന്നത് തീർച്ചയായും പ്രതീക്ഷ നൽകുന്ന കാര്യം തന്നെയാണ്. ലാഭവിഹിതങ്ങൾ മാത്രം കണക്കുകൂട്ടി മുന്നോട്ട് പോകുന്ന ആന്ധ്രാപ്രദേശ് രാഷ്ട്രീയത്തിൽ ഈ പവൻ കല്യാണിന്റെ തീരുമാനം അത് അക്ഷരാർത്ഥത്തിൽ സംസ്ഥാനത്തെ മറ്റു രാഷ്ട്രീയ നേതാക്കൾക്കിടയിൽ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. എങ്ങനെയാണോ സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം എടുക്കുന്ന നിലപാടുകളൊക്കെ കേരളത്തിലെ രാഷ്ട്രീയക്കാരെയും മാധ്യമങ്ങളെയും ഞെട്ടിച്ചിരിക്കുന്നത്, അതേപോലെ തന്നെയാണ് അല്ലെങ്കിൽ അതിന്റെ ഒരു തനിയാവർത്തനം തന്നെയാണ് ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ പവൻ കല്യാൺ നടത്തുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.